അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാകുന്ന ഞാൻ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കണ്ട അനുഗ്രഹീതവും മഹത്തരമാക്കപ്പെട്ട ഈ സുദിനത്തിൽ ഖുർആൻ മനുഷ്യകുലത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ എനിക്ക് ഉദിയ സർവശക്തനും ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ട് പ്രവാചകരും ഒരു കട്ടാള സമൂഹം ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച കഥകൾ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതരും പരുക്ക് പൊറുതിക്കാരുമായ ജനവിഭാഗമായിരുന്നു ഖുർആനിൻ്റെ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാന്യ മൂല്യങ്ങൾക്ക് തിളങ്ങുന്ന മാതൃകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതക്ക് നന്മയുടെ കതിർ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. ശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാല ദേശ വർഗ ഭാഷ വിഭജനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ യാ അയ്യുഹൻ നാസ് എന്ന അഭിസംബോധനയുടെ ഖുർആൻ അറ്റുവൈകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കാത്ത എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ കുഞ്ഞിപ്പെണ്ണായാൽ അഭിമാനഭാര നിമിത്തം കൂച്ചുമൂട്ടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞൊരു കാലം. അയൽവാസിയുടെ വീട്ടിലേക്ക് തൻ്റെ ഓട്ടം കടന്നാൽ അതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന യുദ്ധക്കൊതിയന്മാരാ ജനത. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഴിമാനത്തിന് മുകളിൽ കുഴിച്ചൊക്കുന്ന മുന്തിരി വള്ളിയുടെ വേരുകൾ ഞുരുമ്പിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ അസ്ഥിപഞ്ജനങ്ങൾക്ക് മദ്യത്തിൻ്റെ ലഹരി പകരുമെന്ന് പറഞ്ഞ ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുകുടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമങ്ങളും എന്ത് അസഭ്യങ്ങളും വിളിച്ചു പറയാൻ ശിഷ്ടരായ സമൂഹത്തെ കാലം കൊണ്ട് ഖുർആൻ നക്ഷത്ര തുല്യരാക്കി സംസ്കരിച്ചു ധരിച്ച് ഏറ്റവും ദഗ്ധമായ മാതൃകാപുരുഷനാക്കി മാറ്റി. പ്രഖ്യാപനം നടത്തി ഈശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുർആനിന് ഇന്നും സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനും വ്യക്തി സ്വീകരിച്ച ഖുർആന്റെ അധ്യാപനങ്ങൾ ലോക ജനതയ്ക്ക് ഇന്നും മാതൃകയാണ്. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവരെ സ്വച്ഛപ്പെടുത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കുവാനാണ് ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ. അതിന്റെ വാഹകരാവണം, അത് പകർന്നു നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഡ് ലെറ്റർ H.